മാഫിയ ഗ്രൂപ്പാണ് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നതെന്നാണ് സംവിധായകൻ രാമസിംഹൻ പറയുന്നത്. ഫെഫ്ക ജനറൽ സെക്രട്ടറിയും സംവിധായകനുമായ ബി ഉണ്ണികൃഷ്ണൻ ഗുണ്ടാസംഘ തലവനാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും ചർച്ചകൾ വേണമെന്ന് രാമസിംഹൻ ജനം ടിവിയോട് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള ചലച്ചിത്ര ലോകത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. പല നടന്മാർക്കും സംവിധായകർക്കുമെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങളുമായി നിരവധി ആളുകൾ രംഗത്ത് വന്നു. ഈ ഘട്ടത്തിൽ മലയാള ചലച്ചിത്ര രംഗത്ത് ഒരുപാട് കാലത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള ശ്രീ രാമസിംഹൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഇഷ്യൂസ് പലപ്പോഴും ഉണ്ടാവും. ഇപ്പം സിനിമയുടെ സെക്സ് സിനിമയുടെ കൂടെ തന്നെ ഉള്ളതാണ്, നമുക്കത് നിഷേധിക്കാനൊന്നും പറ്റൂല. പക്ഷെ ഇതുപോലെ ആക്രമണങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല. റേപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ മെമ്പർഷിപ്പിന് വേണ്ടി പങ്കിടണമെന്ന് പറയുക, അത്തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ ഒന്നുകിൽ പ്രൊഡ്യൂസറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് എന്തെങ്കിലും ഇഷ്യൂസ് തീർക്കും. അതായത് ആർട്ടിസ്റ്റുകൾ ഇതിനു മുമ്പ് പരാതിയൊക്കെ നൽകി, താങ്കൾക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് ആർട്ടിസ്റ്റുകൾ? അന്നൊന്നും ഇങ്ങനത്തെ രീതിയില്ലെന്നേ. കാരണം എനിക്ക് അറിയാവുന്ന കാര്യത്തിൽ അന്ന് സ്ത്രീകളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു ഇത് ഞങ്ങളുടെ ഒന്നും സെറ്റിൽ ഉണ്ടായിട്ടില്ല, എവിടെ ഉണ്ടായിട്ടില്ല. അതായത് പരസ്പര ധാരണയോട് കൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ടാവും. അതല്ലാതെ മറ്റു രീതിയിലൊന്നും എവിടെയും. ഇതിൻ്റെ പുറകിലുള്ളത് മിക്കവാറും ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മാനേജർ, ഈ തരത്തിൽ അവരാണിത് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. അവരാണ് ഈ പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് പറ്റുമോ, അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമേ അവരങ്ങനെ തയ്യാറാക്കി കൊണ്ടുവരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ അന്നൊക്കെ ഇതേപോലെ സിനിമയിൽ പെൺകുട്ടികളെ വെച്ചിട്ട് നിർമ്മാതാക്കളെ പിടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു നിർമ്മാതാവ് വരുന്നത് ഞാൻ പണം മുടക്കി കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും ഗുണം കിട്ടണ്ടേ എന്നുള്ള രീതിയിൽ വരുന്ന ആൾക്കാരുണ്ട്. പിന്നീട് ഈ പറയുന്ന ഗൾഫ് മണിയും ഹവാല പണവും ഒക്കെ ഇതിൻ്റെ അകത്തേക്ക് വന്നപ്പോഴാണ് ഇതിനകത്ത് കഞ്ചാവും ലഹരിയും ഈ പറയുന്ന റേപ്പും ഒക്കെ വന്നത് അടുത്ത കാലത്താണ്. അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. ഈ ലൈംഗിക വിഷയങ്ങൾ, അതിക്രമങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്ന് പറയുന്ന അതേ റിപ്പോർട്ടിൽ തന്നെ ഈ ലഹരി വിഷയങ്ങൾ, ഡ്രഗ്സിന്റെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ ഈ സമയത്ത്. അതും ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ഈ പറയുന്ന സെക്സിനേക്കാളും ഉപരിയായിട്ട് ഇപ്പം നിലവിലുള്ളത് ലഹരിയുടെ ഉപയോഗമാണ്. കാരണം ഓരോ ചെറിയ നടനും കാരവൻ ഉണ്ടാവും. ആ കാരവനത്ത് ലഹരി ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നു ഒരു ഷോട്ട് കഴിഞ്ഞാൽ നേരെ പോകുന്നു, പിന്നെ നടനെ അടിച്ചിട്ട് അതല്ലെങ്കിൽ വലിച്ചിട്ട് പിന്നെ കാല് പിടിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് അസിസ്റ്റന്റ് സാർ ഷോട്ട് റെഡി സാർ എന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ചാലേ ഇവർ വരുള്ളൂ. പണ്ട് അങ്ങനെയല്ല. സിനിമ നടക്കുമ്പോൾ ലൊക്കേഷൻ എല്ലായിരിക്കും. അതുപോലെ ഫെഫ്കയെ പോലൊരു കൊള്ളസംഘം വേറെ ഇല്ല. ഫെഫ്ക കാർഡുള്ളവർക്ക് ഒരു റേറ്റ്, ഒരേ പണിയാണ് ചെയ്യുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 12 മണി വരെ ജോലി ചെയ്താലും ഫെഫ്ക കാർഡുള്ളവർക്ക് ഒരു റേറ്റ്, ഫെഫ്ക കാർഡില്ലാത്തവർക്ക് അടിമയാണ്. അവർ പറയുന്ന റേറ്റാണ്. അപ്പോൾ ഇവർ പറയുന്നത് നമ്മളിപ്പോൾ സഖാക്കളാണ്. ഇപ്പം ബി ഉണ്ണികൃഷ്ണൻ മുതൽ രഞ്ജിത്ത്, ഇതൊക്കെ ഒരു സഖാക്കളുടെ സെറ്റപ്പാണ്. അതെ, ഈ അമ്മ ഇപ്പോൾ പിരിച്ചുവിട്ടു, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ റിസൈൻ ചെയ്തു. അപ്പോൾ ഫെഫ്ക രഞ്ജിത്തിനെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട് നിലപാടാണ് ഫെഫ്കയുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. അതും ഈ ഫെഫ്കയും പിരിച്ചുവിടുക അല്ലെങ്കിൽ മറ്റൊരു ഭരണസമിതി ആ തലപ്പത്തേക്ക് വരണമെന്ന അഭിപ്രായമാണോ? ആദ്യം ഇറങ്ങി പോകേണ്ടത് ബി ഉണ്ണികൃഷ്ണനാണ്. തുറന്ന് ഞാൻ പറയാം. അത് ഈ ഗുണ്ടകളുടെ നേതാവ് ആരാന്ന് വെച്ചാൽ ഞാനങ്ങനെ പറയുന്നതിന് കാരണം എൻ്റെ അടുത്ത് ഗുണ്ടായിസം കാണിച്ചിട്ടുണ്ട്. ആ അനുഭവം എന്ന് പറയാൻ പറ്റുമോ? അതായത് 2009 തിലകനെ ഇവർ വിലക്കുന്നത്. അപ്പോൾ ആ വിലക്കുന്ന സമയത്താണ് ഞാൻ അച്ഛൻ എന്ന് പറഞ്ഞ സിനിമ തിലകനെ വെച്ച് ചെയ്യുന്നത്. ഞാൻ സിനിമ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ ആക്രമണം എൻ്റെ വീട്ടിലുണ്ടായി. എൻ്റെ വണ്ടിക്ക് കല്ലെറിഞ്ഞ് എൻ്റെ വണ്ടി തകർത്തു. അത് കഴിഞ്ഞ് ഞാൻ ഈ സിനിമ ചെയ്ത് ആ സിനിമ ഇവർ പുറത്ത് റിലീസ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ബി ഉണ്ണികൃഷ്ണൻ്റെ തിട്ടൂരാണത്. ബി ഉണ്ണികൃഷ്ണൻ ടീമാണിത്, കളിക്കാൻ പാടില്ലെന്ന്. പക്ഷെ അവസാനം ഞാനും കുടുംബവും അവിടെ പോയിട്ട് സത്യാഗ്രഹം ഇരിക്കും KSFDCയുടെ മുമ്പിൽ എന്ന് പറഞ്ഞൊരു ഘട്ടത്തിലാണ് 4 തിയേറ്റർ തരുന്നത്. ഈ 4 തിയേറ്റർ തന്നിട്ട് ഈ അവിടുത്തെ അന്നത്തെ MD തിയേറ്ററോട് പറഞ്ഞ് 2 ദിവസം കൂടുതൽ ഈ പടം ഓടിക്കരുത്. തിലകൻ്റെ പടം 2 ദിവസത്തിൽ കൂടുതൽ ഓടിക്കരുത്. തിരുവനന്തപുരത്ത് ഓടിക്കാൻ സമ്മതിച്ചില്ല. ഇതൊക്കെ ഉണ്ടായ അതേപോലെ അത് കഴിഞ്ഞിട്ട് എന്നെ ഇവർ ചർച്ചയ്ക്ക് വിളിച്ചു. ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ കാരണം കാണിക്കണം, എന്നെ സസ്പെൻഡ് ചെയ്യാതിരിക്കാനാണ്. അവിടെ ചെന്നപ്പം ഗുണ്ടായിസായിരുന്നു, അടിക്കാൻ വേണ്ടി ഇറങ്ങി. അവസാനം ഞാൻ പറഞ്ഞു, ഫെഫ്കയുടെ ഓഫീസ് പറഞ്ഞു നിങ്ങൾക്ക് അടിക്കണം എന്നുള്ള റോട്ടിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. ബി ഉണ്ണികൃഷ്ണനുണ്ട്, ഇവരുടെ കൂടെയുള്ള ഗുണ്ടകളുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറയും, ഗുണ്ടകളുണ്ട്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ മാഫിയ ടീം എന്ന് പറയുന്ന സംഘത്തിലാണ് തന്നെയാണ്. അതായത് ഫെഫ്കയെ നിയന്ത്രിക്കുന്ന ആരാ? ഒന്നുകിൽ ബി ഉണ്ണികൃഷ്ണൻ വരും, അല്ലെങ്കിൽ CB മലയിൽ വരും. ബി ഉണ്ണികൃഷ്ണൻ പോയാൽ CB മലയിൽ വരും, CB മലയിൽ പോയാൽ CB ഉണ്ണികൃഷ്ണൻ. മമ്മൂട്ടി മോഹൻലാൽ അല്ലാതെ വേറെ ആരാ? പിന്നെ ഇന്നസെന്റ്. ഈ ഒരു ഗ്രൂപ്പ് പറയുന്നത് പോലെ ഇവർക്ക് തീരുമാനം എടുക്കണം, ഇവർ ഒരുമിച്ച് തീരുമാനം എടുക്കണം. ഇപ്പോൾ ഫെഫ്കയും മാക്ടയും അല്ല ഫെഫ്കയും
അമ്മയും രണ്ടാക്കാൻ പറ്റുമോ? ഇപ്പം സർക്കാർ ഇതിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ട്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇനി ആരൊക്കെ ഉണ്ട് അവിടെയാണ്. അതുകൊണ്ടാണ് ഈ അമ്മയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒറ്റയടിക്ക് രാജിവെച്ച് എല്ലാവരും പോകണമെങ്കിൽ അതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന ബോംബല്ല ഉള്ളത്, ആറ്റം ബോംബ് തന്നെ ഉണ്ട്. ആ ബോംബ് പൊട്ടുമ്പം ചിലപ്പോൾ പല വലിയ തലകളും ഉരുളാൻ ചാൻസ് ഉണ്ട്. ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പവർ ഗ്രൂപ്പ് അല്ല, മാഫിയ സംഘം മലയാള സിനിമയുടെ തലപ്പത്ത് അല്ലെങ്കിൽ അതിൻ്റെ സംഘടനകളുടെ തലപ്പത്തുണ്ട് എന്നാണ് രാമസിംഹൻ പറയുന്നത്. അത് ബി ഉണ്ണികൃഷ്ണനൊക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് അദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുന്നത്. ക്യാമറമാൻ സന്തോഷിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, ജനം, കോഴിക്കോട്.